എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാന് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് പൊന്നി ഒളിമ്പ. ഞാൻ പാലക്കാട് തത്തമംഗലത്ത് നിന്ന് നവഗോത്ര ഗുരുകുലത്തിൽ നിന്ന് സംസാരിക്കുന്നു. ഇന്ന് എല്ലാവർക്കും അറിയാം ലോക പ്രാദേശികീകരണ ദിനം, അതുപോലെ ലോക സംഗീത ദിനം, അതുപോലെ ലോക യോഗ ദിനം, ഇങ്ങനെ അതുപോലെ പിന്നീടാണ് നമ്മൾ അറിഞ്ഞത് ഫാദേഴ്സ് ഡേ എന്നുള്ള ഒരു ദിനമാണ് എന്നൊക്കെ. അപ്പൊ എങ്ങനെ എല്ലാത്തിനും ഓരോ ദിനങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അറിയാം എല്ലാവർക്കും. കാരണം എല്ലാവരും തിരക്കുകൾക്കിടയിൽ ഓരോന്നിനും അതിന് വേണ്ടുന്ന ഒരു സ്മരണ അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നതിനായിട്ടാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെ. അറ്റ്ലീസ്റ്റ് ഈ ഒരു ദിവസമെങ്കിലും നമ്മൾ അതിനെ ഓർത്ത് അതിന് വേണ്ടുന്ന പ്രാധാന്യം നൽകി വേണ്ടുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ശ്രമം, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് അതിനായിട്ട് ഇവിടെ നമുക്ക് 3 അതിഥികളാണ് നമുക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. കാരണം എല്ലാ വർഷവും നമ്മൾ തന്നെയാണ്, അതായത് സന്തോഷേട്ടൻ, വർഗീസേട്ടൻ ഒക്കെയാണ് ഇവിടെ ഈ ഒരു വിഷയത്തില് അവതരിപ്പിക്കാറുള്ളത്. ഇത്തവണ അതിലേക്ക് പങ്കാളികളായിട്ട് പുതിയ 3 പേര്, അതായത് നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ്. അപ്പോൾ അവര് ഇതിന് വില്ലിങ് ആയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ അവരെ ഒന്ന് ആദ്യം പരിചയപ്പെടുത്താം. ആദ്യം അവതരിപ്പിക്കാൻ പോകുന്നത് സുസ്ഥിരതയുടെ യോഗ സംഗീതിക എന്ന വിഷയത്തില് നമ്മുടെ ഒളിമ്പസിന്റെ സംഗീത വിഭാഗം കൈകാര്യം ചെയ്യുന്ന ശ്രീ ശരത് ആണ്. ശരത്, നമസ്കാരം, സ്വാഗതം. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ ദിവസം യോഗ, സംഗീതം, അതുപോലെ പ്രാദേശികരണം, ഈ 3 വിഷയങ്ങളും സുസ്ഥിരത എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്ന വിഷയമായിട്ട് ഏത് തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച് ഈ 3 അവതരണത്തിന് ശേഷം നമ്മൾ സന്തോഷേട്ടൻ സംസാരിക്കുന്നതായിരിക്കും. അപ്പം ആദ്യമായിട്ട് ശരത്താണ് അവതരിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് യോഗയും സുസ്ഥിരതയും എന്ന വിഷയത്തിന്മേൽ യോഗാചാര്യ എം ദേവരാജൻ മാഷാണ് സംസാരിക്കുന്നത്. അദ്ദേഹം സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ അധ്യക്ഷനാണ്. ദേവരാജൻ മാഷിന് നമസ്കാരം, സ്വാഗതം. ഓക്കെ, മൂന്നാമതായിട്ട് അവതരിപ്പിക്കുന്നത് നവീകരണത്തിന്റെ വിത്തുകൾ എന്ന വിഷയത്തിൽ ശ്രീ വർഗീസ് മാത്യു ആണ്. വർഗീസേട്ടൻ ഒളിമ്പസിന്റെ നാഷണൽ കോർഡിനേറ്റർ ആണ്. അദ്ദേഹം ഡൽഹിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 വിഷയങ്ങളുടെയും കോർഡിനേഷൻ, അതായത് അവസാനം അതിനെ സമാഹരിച്ച് സംസാരിക്കുന്നത് സന്തോഷേട്ടനായിരിക്കും. അപ്പൊ ഈ ഓരോ വിഷയവും എല്ലാവരും ശ്രദ്ധിക്കുക. അതില് ഉള്ള സംശയങ്ങൾ അല്ലെങ്കിൽ വ്യക്തത വരാനുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ വിഷയാവതരണത്തിന് ശേഷം ചോദിക്കാം. അതിനുള്ളൊരു സമയം കൂടി നൽകുന്നുണ്ട്. അതിനുശേഷം ഒരു വിലയിരുത്തൽ കൂടി കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ എന്നൊരു അഭ്യർത്ഥനയുണ്ട്. എങ്കിലേ ഈ ഒരു പരിപാടി പൂർണ്ണമായതായിട്ട് നമുക്ക് അനുഭവമാകുള്ളൂ. അപ്പൊ എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും വേണ്ടുന്ന അനുഭവവും അറിവും ഇവിടെ നിന്ന് ലഭിക്കട്ടെ. അത് നമുക്ക് ഇനിയുള്ള ജീവിതത്തിലേക്ക് വെളിച്ചം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.